2025 IMFിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് 2025 ഇന്ത്യ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും എന്നുള്ളതാണ് IMF പറയുന്നത്. ഇപ്പോൾ നിലവിലുള്ള ജപ്പാനെ മറികടന്നായിരിക്കും ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നതെന്നുള്ളതാണ് IMF പറയുന്നത്. അപ്പം 2024 ഇത് ഏകദേശം തീർന്നു. 2025 എപ്പോൾ നമുക്ക് ആ ഒരു പൊസിഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള പ്രഡിക്ഷൻ ഒന്നുമില്ല. പക്ഷേ 2025 കൂടി നമുക്ക് മൂന്നാമത്തെ ഒരു സാമ്പത്തിക ശക്തിയായി മാറാൻ സാധിക്കുന്നതാണ്. IMF മാത്രമല്ല, മറ്റ് പല റിസർച്ച് അല്ലെങ്കിൽ തിങ്ക് ടാങ്ക്സും എല്ലാം ഈ അഭിപ്രായം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഒന്നാം സ്ഥാനം അമേരിക്കയ്ക്കാണ്, രണ്ടാം സ്ഥാനം ചൈനയ്ക്കാണ്, മൂന്നാമത്തെ സ്ഥാനം ജപ്പാനാണ്, നാലാമത്തെ ജർമ്മനിയാണ്. മൂന്നാമത്തെ സ്ഥാനം ജപ്പാന്, അതുപോലെ തന്നെ നാലാമത്തെ സ്ഥാനം ജർമ്മനി. നമ്മൾ 2022 UK പിന്തള്ളി അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരുന്നു. അതിനു മുമ്പ് നമ്മൾ ഫ്രാൻസിനെ മറികടന്നിട്ട് ആറാമത്തെ ശക്തിയായി മാറുകയും പിന്നീട് UK മറികടന്നിട്ട് അഞ്ചാമത്തെ ശക്തിയായി മാറുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത് ജർമ്മനി, ജപ്പാൻ, ചൈന എന്ന് പറയുന്ന 3 രാജ്യങ്ങളാണ്. അപ്പോൾ ഈ 2000 മുതൽ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നമ്മുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പുരോഗതിയിൽ കാര്യമായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള ഗ്രാജുവലായിട്ടുള്ള മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം ഈ നിലവിൽ നിൽക്കുന്ന നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പെർഫോമൻസ്, നമ്മളുടെ ഗ്രോത്ത്, ഇപ്പം നമുക്കറിയാം ഇന്ന് ലോകത്തിലെ ഏറ്റവും മറ്റെല്ലാ രാജ്യങ്ങളെക്കാളിലും സാമ്പത്തിക വളർച്ച കൂടുതലുള്ള അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 6% മുതൽ 6.5, 7% നമ്മൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 6 അല്ലെങ്കിൽ 7% ഇടയ്ക്കായിട്ട് നമ്മളുടെ വളർച്ച നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. മറ്റൊരു രാജ്യത്തിനും ഈ ഒരു വളർച്ച ഇപ്പോൾ നേടാൻ സാധിച്ചിട്ടില്ല. ചൈന പോലും ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഡിക്ലൈൻ, അവരുടെ ഗ്രോത്ത് വളരെ ഡിക്ലൈൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡൗൺവേർഡ് സ്പൈറലാണെന്ന് പറയാം. അപ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വളരുകയാണ്. അപ്പോൾ ആ വളർച്ചയുടെ മൊമെൻറ്റം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ 2025 നമുക്ക് ജപ്പാനെ മറികടന്നിട്ട് നമുക്ക് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ സാധിക്കും എന്നാണ് ഇപ്പോഴത്തെ നിലവിലത്തെ IMFിൻ്റെ പ്രഡിക്ഷനും അല്ലെങ്കിൽ അവരുടെ റിസർച്ചും ഒക്കെ പറയുന്നതാണ്. അപ്പോൾ ഇന്ത്യ ഇപ്പം ഏകദേശം 27 രാജ്യങ്ങളുമായിട്ട് നമ്മളുടെ കറൻസിയിൽ ട്രേഡ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ശരിക്കുള്ള ക്ലൗട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസിനെയാണ്, നമ്മൾ എത്രത്തോളം ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ അല്ലെങ്കിൽ സ്വാധീനമുള്ളൊരു രാജ്യമായി മാറുകയാണ് എന്നുള്ളത് തെളിയിക്കുന്നൊരു വസ്തുതയാണത്. അതുപോലെ നമ്മളുടെ ടോട്ടൽ ഗ്ലോബൽ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ 47% ഇന്ത്യയിൽ നിന്നാണ് ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. നമുക്കറിയാം, കാരണം ഈ ഡിജിറ്റൽ മേഖലയിലൊക്കെ നമ്മൾ വളരെ അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് വളരെയധികം മുൻപന്തിയിലൊക്കെ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ 47% ഡിജിറ്റൽ ട്രാൻസാക്ഷൻ, ലോകത്തിൻ്റെ ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ 47% ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. അതുപോലെ 27 രാജ്യങ്ങളിൽ നമ്മുടെ റുപ്പി, നമ്മുടെ ട്രേഡിംഗ് കറൻസി ആയിട്ട് നമ്മൾ ഡോളറല്ല ഉപയോഗിക്കുന്നത്, റുപ്പി ഉപയോഗിക്കുന്ന 27 രാജ്യങ്ങൾ നമ്മളായിട്ട് ട്രേഡ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ വളർച്ചയുടെ ലക്ഷണങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ സ്വാധീനം ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ഉള്ളതിൻ്റെ എവിഡൻസ് തെളിവുകളാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കുള്ള മറ്റു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ, ഇന്ത്യ ഇന്ന് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു യങ് നേഷനാണ്. ചൈനയ്ക്ക് പോലും ആ ഒരു ഡെമോഗ്രാഫി അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ വളർച്ച താഴോട്ടാണ്. അറ്റ് ദ സെയിം ടൈം ചൈന ഒരു ഏജിങ് പോപ്പുലേഷൻ ആയിട്ടുള്ളൊരു രാജ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തീർച്ചയായിട്ടും ബാധിക്കും. അതുപോലെ ജർമ്മനിയും ഇപ്പോൾ കാര്യമാത്രമായിട്ടുള്ള വളർച്ചയൊന്നും അവരുടെ എക്കോണമിയിലില്ല. അവരും റിസഷനിലാണ് വളരെ കുറച്ച് കാലമായിട്ട്.
അപ്പം ഒരു പിന്നെ അവരുടെ ഇക്കണോമിക് മൊമെൻറ്റം നിലനിർത്തത്തക്ക രീതിയിലുള്ളൊരു വളർച്ചയൊന്നും അവരും കൈവരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകളൊന്നും പറയുന്നില്ല. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്ക അവരുടേതായിട്ടുള്ള പിന്നെ ഇപ്പം ഇന്ത്യ കാഴ്ചവെക്കുന്ന 6% അല്ലെങ്കിൽ 5% പോലും വളർച്ചയൊന്നും അവർക്കില്ല. വളരെ 3% അല്ലെങ്കിൽ 3 പോയിൻറ്റ് സംതിങ് അതുപോലുള്ള വളർച്ചാ നിരക്കുകൾ മാത്രമാണ് അമേരിക്ക അതുപോലുള്ള രാജ്യങ്ങൾ കൈവരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഈ ഡിവിഡൻറ്റുകൾ, ഈ ഇക്കണോമിക് ഡിവിഡൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻസ്, യങ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത്, ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വളർന്ന് മുന്നേറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഏറ്റവും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പം US-ലോ അല്ലെങ്കിൽ ചൈനയെ പോലും, നമ്മുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോമ്പറ്റീറ്റർ ചൈനയാണ്. അപ്പോൾ ചൈനയ്ക്ക് പോലും ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവരുടെ പിന്നെ വർക്കിംഗ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ടോട്ടൽ പോപ്പുലേഷനിലെ ഓൾഡ് പോപ്പുലേഷൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പോൾ ഓൾഡ് പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ്റെ എണ്ണം കൂടുമ്പോൾ വർക്കിംഗ് പോപ്പുലേഷൻ്റെ പിന്നെ എണ്ണം പ്രൊപ്പോർഷണലായിട്ട് കുറയും. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ എക്കോണമിയിൽ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രൊഡക്ടിവിറ്റിയുടെ അളവും കുറയും. അപ്പം അത് അവരുടെ എക്കണോമിക് ഗ്രോത്തിനെ തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഒരു പ്രശ്നമല്ല. ഇന്ത്യയുടെ പിന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പോപ്പുലേഷൻ യങ് ആണ്. അപ്പോൾ യങ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ വർക്കിംഗ് ഫോഴ്സിലേക്ക് ഇനി ഒരു അടുത്തൊരു 10, 20 അല്ലെങ്കിൽ 25 വർഷത്തോളം നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിവിഡൻഡ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് കൈമുതലാണെന്നുള്ളൊരു വസ്തുതകളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാലഘട്ടം ഇനി വരുന്നൊരു 10 വർഷം, 15 വർഷം, 20 വർഷം നമുക്ക് മുമ്പോട്ട് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്ഭുതകരമായിട്ടുള്ള വളർച്ച കൈവരിക്കാൻ കഴിയുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അതെല്ലാം നമ്മുടെ പൊളിറ്റിക്കൽ വില്ല്, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ കൂടെയൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം എത്രത്തോളം അവരെ സാമ്പത്തികമായിട്ടുള്ള റിഫോംസിന് തയ്യാറാകുന്നു എന്നുള്ള ഒരു വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി ജപ്പാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ജപ്പാൻ നമുക്കറിയാം 90-കൾക്ക് ശേഷം ജപ്പാനീസ് എക്കോണമി ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാഗ്നേഷനിലാണ്. ആ എക്കോണമിയിൽ യാതൊരു തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് സ്റ്റാഗ്നേഷനും അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥയും ഉണ്ട്. പിന്നെ അവരുടെയും പോപ്പുലേഷൻ വളരെയധികം ഓൾഡ് പോപ്പുലേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾഡ് പോപ്പുലേഷൻ, അതുപോലെ തന്നെ ഈ പോപ്പുലേഷൻ്റെ ഈ നമ്മുടെ ഒരു രാജ്യത്തുള്ള ജനറേഷൻ ഓൾഡ് ആകും തോറും അല്ലെങ്കിൽ ഏജ്ഡ് ആകും തോറും ആ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള സാധ്യത. കാരണം കൂടുതൽ ആൾക്കാർ പ്രായമായി വരും തോറും യങ് ആയിട്ടുള്ള ആൾക്കാർ ലേബർ ഫോഴ്സിലുള്ള യങ് പോപ്പുലേഷൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് അവരുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം പ്രൊഡക്ടിവിറ്റി കുറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇക്കണോമിക് ഗ്രോത്തിനെ, കാരണം ആ രാജ്യത്തിന് കൈവരിക്കാൻ സാധിക്കുന്ന സാമ്പത്തിക വളർച്ചയെ അത് ബാധിക്കുകയും അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ പുറമോട്ടുള്ള ഒരു റിവേഴ്സ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പം ജപ്പാനൊക്കെ അത് വളരെ അധികം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയിലും അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ നമുക്കറിയാം കോവിഡിന് ശേഷം പ്രത്യേകിച്ച് അവരുടെ ഗ്രോത്തിലൊക്കെ വളരെ പിന്നെ താഴോട്ടുള്ള വളർച്ചയാണ് ഉണ്ടാകുന്നത്. അവരുടെയും പോപ്പുലേഷൻ ഓൾഡായി അല്ല ഏജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരും പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഫാക്ടർ അവരെയും ബാധിക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഇനിയുള്ള വർഷങ്ങൾ അല്ലെങ്കിൽ ദശാബ്ദങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം ഈ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രം സാമ്പത്തിക വളർച്ച ഉണ്ടാകത്തില്ല. നമ്മളുടെ പൊളിറ്റിക്കൽ വില്ല്, പൊളിറ്റിക്കൽ റിഫോംസ് അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിന്നുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, പിന്നെ ജനങ്ങൾക്ക് ഈ പറഞ്ഞ ചേഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ്, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ സാമ്പത്തിക വളർച്ച ആശ്രയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ജപ്പാൻ്റെ അവസ്ഥ ഇതാണ്. അതുപോലെ തന്നെ ജപ്പാനിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അവരുടെ റിഫോംസ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല, ഇക്കണോമിക് റിഫോംസ് ഒന്നും. കാരണം ഈ പറഞ്ഞ പഴയ ആൾക്കാർ ട്രഡീഷണലായിട്ടുള്ള മെത്തേഡ്സ് തുടരുവാനാണ് അവർക്ക് ആഗ്രഹം. പുതിയ മാറ്റങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനോ അവർക്ക് താല്പര്യമില്ല. അതുപോലെ ഈ ലോങ് സ്റ്റാൻഡിങ് എംപ്ലോയീസ്, ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒത്തിരി നാളുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ട്രഡീഷണലായിട്ടുള്ള മെത്തേഡ്സ് ഫോളോ ചെയ്യാനാണ് അവർക്ക് താല്പര്യവും. അല്ലെങ്കിൽ അങ്ങനെയുള്ള സമ്മർദ്ദം എംപ്ലോയീസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും, അപ്പോൾ ജപ്പാനീസ് എക്കോണമിയിൽ കാര്യമായിട്ടുള്ള ഇന്നവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള
പണ്ട് കണ്ടിട്ടുള്ളത് ആ സമയത്ത് പക്ഷേ ജപ്പാൻ ഈ ഒരു ഇക്കണോമിക് ഡിവിഡൻഡ് ഉണ്ടായിരിക്കും. കാരണം യങ് പോപ്പുലേഷൻ എന്നുള്ളൊരു അല്ലെങ്കിൽ യങ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അവർക്ക് അന്നുണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും ജപ്പാൻ അന്ന് വളരുകയും അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറുകയൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 2010 വരെ ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി നിലനിന്നിരുന്ന ജപ്പാനെ ജർമ്മനിയും ചൈനയും പിന്തള്ളി ഇപ്പോൾ ചൈന ലോകത്തിലെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള കോമ്പറ്റീഷൻ അമേരിക്കയും ചൈനയും തമ്മിലാണ്. അത് കഴിഞ്ഞ് ഇന്ത്യ 3-ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അടുത്ത ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ ചൈനയാണ്. കാരണം ഇപ്പം നമ്മൾ ഈ നമ്മുടെ GDP പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 ഇക്കണോമിക് പവർ US ആണ്. US-ൻ്റെ GDP നോമിനൽ GDP എന്ന് പറഞ്ഞാൽ ഏകദേശം 29.167 ട്രില്യൺ US ഡോളറിൻ്റെ ഉണ്ട്. ചൈനയുടെ 17.5. ഇത് കൃത്യമല്ല, ചിലപ്പോൾ 18 ആയിരിക്കാം. പിന്നെ അല്ലെങ്കിൽ കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ പല ഫിഗേഴ്സാണ് നമുക്ക്. എന്നാൽ ഏകദേശം ചൈനയുടെ GDP ഒരു 17.5 മുതൽ 19 അല്ലെങ്കിൽ 19.5 വരെ നമുക്ക് റഫായിട്ട് നമുക്ക് ഒന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് US-ൻ്റെ ഏകദേശം ഈ പറഞ്ഞ 29.167 ട്രില്യൺ ഡോളർ എന്നാണ് നമ്മൾ വായിക്കുന്നത്. പിന്നെ ജർമ്മനിയുടെ 4.71 ആണ്. പിന്നെ അത് ജർമ്മൻ എക്കോണമിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അതും ഏകദേശം സ്റ്റാഗ്നൻ്റ് ആണ്. അവരുടെ വളർച്ചയും വളരെ മുരടിപ്പ് നേരിടുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളതെന്ന്. അപ്പോൾ ഇന്ത്യക്ക് ഫാസ്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളതാണ്. പിന്നെ ജപ്പാൻ്റെ 4.1 ആണ് ഇപ്പോൾ ഫലത്തിൽ. ഇന്ത്യയുടെ 3.8 ട്രില്യൺ ഡോളേഴ്സ്. അപ്പോൾ ഇത് 2025 ആകുമ്പോൾ ഇന്ത്യയുടെ GDP 4.339 ട്രില്യൺ ഡോളർ ആകും എന്നാണ് IMFൻ്റെ പ്രഡിക്ഷൻ. അതുപോലെ ജപ്പാൻ്റെ 4.310, ഇപ്പോൾ ഉള്ള 4.1-ൽ നിന്ന് 4.310 ട്രില്യൺ ഡോളേഴ്സ് ആകും. ഇന്ത്യയുടെ 339.339, ഏകദേശം ജപ്പാനേക്കാളിലും വളരെ അല്പം കൂടെ മുമ്പിൽ നമ്മളെത്തും 2025 എന്നുള്ളതാണ് IMFൻ്റെ പ്രഡിക്ഷൻ പറയുന്നത്. സോറി, മൂന്നാമത്തെ അല്ല ഞാൻ പറഞ്ഞത്, നാലാമത്തെ. നമ്മൾ ജപ്പാനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ നാലാമത്തെ, കാരണം ജർമ്മനി നമ്മുടെ അത് കഴിഞ്ഞിട്ടുണ്ട്. ജർമ്മനി 4.71 ട്രില്യൺ ഡോളേഴ്സിൻ്റെ GDP ആയിട്ട് 3-ാം സ്ഥാനത്തുണ്ട്. അപ്പോൾ ജപ്പാനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറും. അത് കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ ജർമ്മനിയുണ്ട്. ജർമ്മനിയെ നമുക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ അടുത്ത 2026 ജർമ്മനി നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. കാരണം GDP ജർമ്മനിയുടെയും ഇന്ത്യയുടെയും തമ്മിൽ, കാരണം ഇന്ത്യ ഈ പറഞ്ഞ 4.339 ട്രില്യൺ ഡോളറിൻ്റെ GDP നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഏകദേശം ഇപ്പോൾ ജർമ്മനി 4.71 ആണ്. അപ്പം ഒരു 5 ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമി ആയിക്കഴിഞ്ഞാലും അന്തരം വളരെ കുറവായിരിക്കും. നമുക്ക് 2026 ഒരു വർഷം ജർമ്മനിയെ നമുക്ക് മറികടക്കുവാൻ സാധിക്കുമായിരിക്കാം എന്നുള്ളൊരു കാഴ്ചയും കൂടെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇനിയുള്ള നമ്മളുടെ ഇത്രയും നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജപ്പാനെ നമുക്ക് തീർച്ചയായിട്ടും മറികടക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ പറയത്തക്ക വലിയ അന്തരമൊന്നുമില്ല ഇന്ത്യയും ജപ്പാനും തമ്മിൽ. അത് കഴിഞ്ഞ് നമ്മൾ ജർമ്മനിയായിട്ടും വലിയ അന്തരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം ജർമ്മനിയുടെ ഇക്കണോമിക് ഗ്രോത്ത് വളരെ ഫാസ്റ്റ് അല്ലാത്തത് കൊണ്ട്, ഈ പറഞ്ഞൊരു മന്ദിപ്പുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ വളരെ ക്രമാതീതമായിട്ട് വളരാനുള്ള സാധ്യതയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും ജർമ്മനിയും തമ്മിലുള്ള സാമ്പത്തിക അന്തരവും അത്രയ്ക്ക് നമുക്ക് മറികടക്കാൻ പറ്റാത്ത തരത്തിലുള്ളതൊന്നല്ല. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ ചൈനയാണ്. അപ്പോൾ ചൈന വളരെ ബഹുദൂരം, നമ്മളെക്കാൾ വളരെ ബഹുദൂരമാണ്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ജർമ്മനിയെ മറികടന്ന് നമ്മൾ 5 ട്രില്യൺ ഡോളറിൻ്റെ ഒരു എക്കോണമിയായി മാറിക്കഴിഞ്ഞാൽ തന്നെയും പിന്നെയും ചൈന എന്ന് പറയുന്ന ആ ഒരു ജയൻ്റ് അല്ലെങ്കിൽ ഒരു വമ്പൻ നമ്മുടെ മുമ്പിൽ പിന്നെ ഒരു 19, അപ്പോൾ 2025 ആകുമ്പോഴത്തേക്ക് അവർ പക്ഷേ 21 ട്രില്യൺ ഡോളേഴ്സിൻ്റെ ഒക്കെ ഒരു എക്കോണമി ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. അപ്പോൾ എന്നാൽ തന്നെയും ഇന്ത്യക്ക് മുമ്പിൽ വലിയ ഒരു കടമ്പയാണ് ചൈനയെ, അല്ലെങ്കിൽ ഇനിയും രണ്ടാമത് ഇപ്പോൾ 1-ാം സ്ഥാനത്തുള്ള US-നെ മറികടന്ന് ചൈന ഒന്നാകുകയാണെങ്കിൽ തന്നെയും, അമേരിക്ക 2-ാമത്തെ സ്ഥാനത്ത് വരികയാണെങ്കിൽ തന്നെയും, അമേരിക്കയെ അല്ലെങ്കിൽ ചൈന 2-ാം സ്ഥാനത്തുള്ള അമേരിക്കയെ ചൈനയെ മറികടക്കുക എന്നുള്ളത് ഇന്ത്യക്ക് വളരെ ദൂരം സഞ്ചരിക്കേണ്ട ഒരു ഒരു കാലഘട്ടമാണ്. കാരണം അത്ര പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്ന് നമുക്കറിയാം. കാരണം 5 ട്രില്യൺ ഡോളർ നമ്മൾ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2026 5 ട്രില്യൺ ഡോളറിൻ്റെ എക്കോണമി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള 19 ട്രില്യൺ ഡോളർ 20 ട്രില്യൺ ഡോളറായിട്ട് ചൈനയോ അല്ലെങ്കിൽ US-ഓ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ 5-ൽ നിന്ന് നമ്മൾ പിന്നെ 10 എത്തണം, 10-ൽ നമ്മൾ 15 എത്തണം, 15-ൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ 19-20 ട്രില്യൺ US ഡോളറിലേക്ക് എത്തുക എന്നുള്ളത്
വളരെ ബഹുദൂരം നമുക്ക് സഞ്ചരിക്കുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക എന്നുള്ളതുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വളരെ ശക്തമായിട്ടുള്ള സാമ്പത്തിക എന്താ പറയുക റിഫോംസ്, കാരണം സാമ്പത്തിക പരിഷ്കാരങ്ങൾ സമസ്ത മേഖലകളിലും അല്ലെങ്കിൽ സമഗ്രമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുത്തേ പറ്റത്തുള്ളൂ. കാരണം ചൈന ഇക്കണോമിക് റിഫോംസ് ആരംഭിച്ച ഏകദേശം 1980-കളിൽ ഇന്ത്യയും ചൈനയും ഏകദേശം ഒരു ഈക്വലായിട്ടുള്ള സാമ്പത്തികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പം നമ്മൾ ജപ്പാനും ഇന്ത്യയായിട്ടുള്ള ഒരു അന്തരമൊക്കെ തന്നെ ഏകദേശം ഇന്ത്യയും ചൈനയും തമ്മിലുള്ളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഇന്ത്യക്ക് ഇച്ചിരി കൂടുതൽ GDP അല്ലെങ്കിൽ ചൈനയ്ക്ക് അല്പം കൂടുതൽ GDP അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു 80-കൾ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കൊന്നൊരു 90-കൾ വരെ വലിയ പ്രശ്നമില്ലാതെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏകദേശം ഒരു അറ്റ് പാർ എന്ന് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള പല മേഖലകളിലും ഇന്ത്യക്ക് ചൈനയെ അപേക്ഷിച്ച് നമുക്ക് പല മേഖലകളിലും നമുക്ക് അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ മുൻകൈയൊക്കെ ഉണ്ടായിരുന്നുള്ളൊരു വസ്തുതകളുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലെ നരസിംഹറാവു വന്നതിന് ശേഷമാണ് സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചത് എന്ന് നമ്മൾ പൊതുവെ പറയപ്പെടുന്നുണ്ടെങ്കിലും ഏകദേശം രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ പല മേഖലകളിലും സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പരിഷ്കാരത്തിൻ്റെ സ്പീഡും മൊമെൻറ്റും ഒന്നും നമുക്ക് കാത്തു സൂക്ഷിക്കാനോ അല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനോ സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു അവസ്ഥ കൂടാണിത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഒത്തിരി പുറമോട്ട് മാറുകയും പക്ഷേ ചൈന റിഫോംസ് ആരംഭിക്കുകയും അവർ അറിയാമല്ലോ, കാരണം ഇന്ത്യയും ചൈന തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. പല എസ്പെഷ്യലി നമ്മളുടെ എന്താണ് പറയുന്നത് ഭരണപരമായിട്ടുള്ള ഭരണ വ്യവസ്ഥകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പൊളിറ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഈ രണ്ട് രാജ്യത്തിൻ്റെയും വളർച്ചയിലും അല്ലെങ്കിൽ പുരോഗതിയിലും ഒക്കെ പ്രകടമായി കണ്ടു അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയൊരു അടുത്ത കടമ്പ എന്ന് പറഞ്ഞാൽ ചൈനയായിരിക്കും. അപ്പോൾ ചൈനയെ മറികടക്കുക എന്നുള്ളതല്ല, ചൈനയോളം നമുക്ക് വളരുക എന്നുള്ളത് നമുക്ക് അതിനുവേണ്ടി നമുക്ക് വളരെ വലിയ വിലകൾ കൊടുക്കേണ്ടി വരും. കാരണം ഒരു 5 വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ നമുക്ക് സാധിച്ചെടുക്കാവുന്നൊരു ഗ്രോത്ത് അല്ല ഈ പറഞ്ഞ $5 ട്രില്യൺ $5 ട്രില്യൺ എന്ന് പറയുന്ന എക്കോണമിയിൽ നിന്നും പിന്നെ 10, 15 ട്രില്യൺ, 20 ട്രില്യൺ ഡോളറിലേക്ക് എത്തുക എന്നുള്ളത് ഒരു പക്ഷേ ഒരു 10-30 വർഷത്തെ യാത്രയുടെ ഫലമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന 2026-ൽ നമ്മൾ ജർമ്മനിയെ മറികടക്കാൻ സാധിച്ചാൽ പിന്നുള്ള മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയിൽ നിന്ന് നമുക്ക് രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയിലേക്കുള്ള യാത്ര ഇനി ഒരു പക്ഷേ 2026-ൽ നിന്ന് ഒരു 30-35 വർഷത്തെ യാത്രയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു വിഷയമായിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് എന്തെല്ലാം ജിയോ പൊളിറ്റിക്കൽ ഈവൻറ്റ്സ് അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകും, ഇന്ത്യ ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ ഇന്ത്യക്ക് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമുക്കതൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഒത്തിരി വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക പരിഷ്കാരങ്ങൾ വളരെ ശക്തമായിട്ട് സമഗ്രമായിട്ട് സമസ്ത മേഖലകളിലും നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനും വളർച്ച കൈവരിക്കാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിനിടയ്ക്ക് പലതരത്തിലുള്ള റിസർഷൻസ്, ഗ്ലോബൽ റിസർഷൻസ്, സാമ്പത്തിക മാന്ദ്യങ്ങൾ ഒക്കെ തന്നെ ഉണ്ടാകാം, പല രാജ്യത്തുണ്ടാകാം, ലോകത്ത് പലയിടത്തും ഉണ്ടാകാം. അപ്പോൾ ഇതിനെല്ലാം മറികടന്ന് നമുക്ക് മുമ്പോട്ട് പോകുക എന്നുള്ള വളരെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പീരീഡാണ്. അപ്പോൾ ചൈനയെ സംബന്ധിച്ച് ചൈന റിഫോംസ് ആരംഭിച്ചതിന് ശേഷം അവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു 2 ദശാബ്ദക്കാലത്തോളം അവരുടെ ഇക്കണോമിക് ഗ്രോത്ത് ആവറേജ് ഒരു 10% കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുവാൻ, ആ ഒരു മൊമെൻറ്റം അവർക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോകുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. 10% ആവറേജ് ഗ്രോത്ത് റേറ്റ് മിനിമം 10% കഴിഞ്ഞ 2 ദശാബ്ദക്കാലത്തോളമെങ്കിലും അല്ലെങ്കിൽ 2+ എന്ന് നമ്മൾ പറയുന്ന 2 ദശാബ്ദക്കാലത്തോളം അവർക്ക് ഈ 10% എന്നുള്ള ആവറേജ് ഗ്രോത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു. അങ്ങനെയാണ് അവർക്ക് ഇത്രയും അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ വളർച്ച കൈവരിക്കാൻ സാധിച്ചത്. അപ്പോൾ ഇന്ത്യക്കും ഇപ്പോഴുള്ള 6% അല്ലെങ്കിൽ 6.2 അല്ലെങ്കിൽ 6.5% ഗ്രോത്ത് റേറ്റ് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ സഫിഷ്യൻ്റ് അല്ല. നമുക്ക് ഈ പറഞ്ഞ അവസ്ഥയിൽ നിന്നും ഒരു 8 മുതൽ 10% വരെ GDPയുടെ ഗ്രോത്ത് എല്ലാ വർഷവും ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇനിയും വരുന്ന ഒരു ദശാബ്ദക്കാലം അല്ലെങ്കിൽ 1.5 ദശാബ്ദക്കാലം നമുക്ക് ഈ ഒരു മൊമെൻറ്റം 8 മുതൽ 10% വരെയുള്ള ഇക്കണോമിക് ഗ്രോത്ത്, GDPയുടെ ഗ്രോത്ത് ആവറേജ് എങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ, ആ ഒരു മൊമെൻറ്റം, ആ ഒരു സ്പീഡ് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വളർച്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ഈ 6.6 പോയിൻറ്റ് സംതിങ്, അത് എത്ര ആയിക്കട്ടെ, 6.2 6.5 ഈവൻ 7% പോലും നമുക്ക് സഫിഷ്യൻ്റ് അല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് മിനിമം ഒരു 8% മുതൽ 10% വരെ നമ്മളുടെ വളർച്ച ഈ വരുന്നൊരു
10 വർഷമെങ്കിലും 15 വർഷമെങ്കിലും നമുക്ക് ആ ഒരു മൊമെൻറ്റം കണ്ടിന്യൂസ് ആയിട്ട് അതിനകത്ത് യാതൊരു ബ്രേക്കും ഉണ്ടാകാതെ അല്ലെങ്കിൽ യാതൊരു പിന്നെ എന്താണ് പറയുന്നത് ഒരു ഡിസ്റപ്ഷനും ഇല്ലാതെ നമുക്കത് ആ ഒരു മൊമെൻറ്റം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയാൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ഇന്ത്യ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ചൈനയ്ക്ക് അങ്ങനൊരു പിന്നെ ഫോർച്യൂൺ അല്ലെങ്കിൽ ഒരു ഭാഗ്യം ഭാഗ്യമല്ല, കാരണം അത് അവരുടെ പൊളിറ്റിക്കൽ വില്ലും അല്ലെങ്കിൽ ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റിയും അവരുടെ ഇക്കണോമിക് റിഫോംസിൻ്റെ ക്വാളിറ്റിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലുള്ള ഒരു ലെവലിലേക്ക് അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് ആണ് നമുക്ക് ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം നമ്മുടെ പൊളിറ്റിക്സിനെ കുറിച്ചും നമ്മളുടെ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചും നമ്മളുടെ നാഷണൽ ജനങ്ങളുടെ കൾച്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്ന പല പ്രശ്നങ്ങളാണ്. ചൈന ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള 3 മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ആയിട്ടുള്ളൊരു മേഖലയാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ട്രെയിനിങ്, അതുപോലുള്ള കാര്യങ്ങളിൽ, അതായത് മാനവ വിഭവശേഷി കൂടുതൽ മെച്ചപ്പെട്ടതാക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരടിസ്ഥാന സൗകര്യങ്ങൾ ശരിക്കും ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷനിലാണ് തുടങ്ങുന്നത്. എഡ്യൂക്കേഷണൽ സെക്ടറിലൊക്കെ വളരെ പിന്നെ ഇഫക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള റിഫോംസും അല്ലെങ്കിൽ ചേഞ്ചസും ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖല തന്നെയാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിറ്റികളിലെ കാര്യമില്ല, ഞാൻ പറഞ്ഞാൽ പൊതുവെ ഇന്ത്യയുടെ ജനറലായിട്ടുള്ള കണ്ടീഷൻ സ്ത്രീകൾക്ക് എന്നുവെച്ചാൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ, ലേബർ ഫോഴ്സിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണ്. ചൈനയിലൊക്കെ അവരുടെ ആ റിഫോംസിൻ്റെ ഫലമായിട്ട്, അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഫലമായിട്ട്, ഹ്യൂമൻ റിസോഴ്സിനെ അവർക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചതിൻ്റെ ഫലമായിട്ട് ഫീമെയിൽസിൻ്റെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ വർക്കിംഗ് ഫോഴ്സിൽ വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലൊന്നും അങ്ങനെ ഒരു പാർട്ടിസിപ്പേഷൻ നമുക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പം ചൈന ശ്രദ്ധിച്ച ഈ 3 മേഖല, ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, പിന്നെ ജെൻഡർ ഇക്വാലിറ്റി, ഈ 3 കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോഴും വളരെ പുറകിലാണ്. ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ നമ്മൾ അല്പം പുരോഗതി കൈവരിക്കുന്നുണ്ട്. പുരോഗതി എന്ന് പറയാൻ പറ്റില്ല, മാറ്റങ്ങൾ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ തന്നെയും ദാറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. അത് നമുക്ക് സഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മൾ എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മുടെ രാജ്യത്തെ വളരെയധികം റിഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം സമസ്ത മേഖലകളിലും അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ജെൻഡർ ഇക്വാലിറ്റി, ഈ ഫീമെയിൽസിൻ്റെ അല്ലെങ്കിൽ വിമൻ പാർട്ടിസിപ്പേഷൻ ഇൻ ദി എംപ്ലോയ്മെൻറ്റ്, അതിനെയൊക്കെ നമുക്ക് കൂടുതൽ അതിൻ്റെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ റേഷ്യോ ഒക്കെ നമുക്ക് കൂട്ടേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ കൂട്ടണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കണം, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാകണം. അപ്പോൾ ഈ 3 മേഖലകളിൽ ഇന്ത്യ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു മാറ്റം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കുകയും നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വലിയ ഡിസ്റപ്ഷനൊന്നുമില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പം 2025 നമുക്ക് തീർച്ചയായിട്ടും ജപ്പാനെ മറികടക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി, ജപ്പാൻ നമ്മളുടെ ശത്രുരാജ്യമൊന്നുമല്ല, കാരണം ജപ്പാൻ നമ്മൾ വളരെ സൗഹൃദപരമായിട്ടുള്ളൊരു ഒരു ഫ്രണ്ട്ലി റിലേഷനുള്ള രാജ്യമാണ് ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളെ പല രീതിയിലും സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ മറ്റു മേഖലകളിലൊക്കെ തന്നെ സഹായിക്കുകയും അല്ലെങ്കിൽ നമ്മളുമായിട്ട് വളരെ കോഡിലായിട്ടുള്ള റിലേഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യം തന്നെയാണ് ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മളുടെ സാമ്പത്തിക ശക്തി വളരുന്നതനുസരിച്ച് ഈ പറഞ്ഞ ഓരോ രാജ്യങ്ങളെ നമ്മൾ മറികടന്ന് ലോകത്തിൻ്റെ മുൻപന്തിയിലേക്ക് അല്ലെങ്കിൽ മുൻനിര പട്ടികയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുതയുണ്ട്. പക്ഷേ ഇതിനകത്തിൽ മറ്റു രീതിയിലുള്ള ഡിസ്റപ്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ആഭ്യന്തരമായിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും ആഭ്യന്തരം ആയിട്ടുള്ള പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻറ്റർണൽ പൊളിറ്റിക്സ് നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം പഴയ പോലെ തന്നെ നമുക്ക് ഇപ്പോഴും ഒരു ലോ ഗ്രോത്ത് ആയിട്ടുള്ളൊരു രാജ്യമായിട്ട് തന്നെ നമുക്ക് നിലനിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ബാഹ്യമായിട്ടുള്ള ആഗോള രാഷ്ട്രീയത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, യുദ്ധങ്ങൾ, ഇക്കണോമിക് റിസഷൻസ്, ഇതൊക്കെ നമ്മളെപ്പോലുള്ള രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടുതൽ വിഘാതം സൃഷ്ടിക്കുന്ന എലമെൻസാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള
പ്രധാനപ്പെട്ട ഡിസ്റപ്ഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഈ ആന്തരികമായിട്ടുള്ള ഡൊമസ്റ്റിക്കായിട്ടുള്ള റിഫോംസിലും കൂടുതൽ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ടുള്ള യാത്ര വളരെ എന്താണ് പറയുന്നത് വളരെ ഫേവറബിൾ ആയിരിക്കും. നമുക്ക് തീർച്ചയായിട്ടും ഭാവിയിൽ ഏറ്റവും മെച്ചപ്പെട്ടൊരവസ്ഥ മെച്ചപ്പെട്ടൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ അമേരിക്കയും ചൈനയും ഒക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇന്ത്യക്ക് വളരെയധികം പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യമാണ്. കാരണം മറ്റ് ഒരു രാജ്യത്തിനും അറ്റൈൻ ചെയ്യാത്ത രീതിയിലുള്ള വികസനവും അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയും നമുക്ക് തീർച്ചയായിട്ടും കൈവരിക്കാൻ സാധിക്കും. കാരണം ഇന്ത്യ വളരെ പൊട്ടൻഷ്യലുള്ള ഒരു രാജ്യമാണ്, പോപ്പുലേഷനാണ്. പക്ഷേ അതിനെ ശരിയായ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഡയറക്ഷനിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഉറപ്പുവരുത്താൻ സാധിക്കത്തുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.